Hi everyone. Welcome to Nammude Classroom to all the 10th standard students. Now we'll be putting the lecture series for the 5 chapters that you need to cover this year for chemistry. We are going to start with the first chapter. So basically namaka cover the 5 chapters are. First is chemical reactions and equations. Then it is followed by acids, bases and salts and metals and metalloids. ഈ മൂന്നെണ്ണമാണ് നമ്മൾ യൂഷ്വലി നമ്മളുടെ ട്രെൻഡ് വെച്ച് ആദ്യത്തെ ടേമിൽ കവർ ചെയ്യുന്നത്. ആൻഡ് കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സും പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെന്റ്സും നമ്മൾ സെക്കൻഡ് ടേമിലാണ് യൂഷ്വലി കവർ ചെയ്യുന്നത്. പക്ഷേ there will be a change in our order because I personally feel that you should actually know about what periodic table is and how the elements are distributed in a periodic table. അതിന്റെ ഒരു overview ഉണ്ടെങ്കിൽ it will be much more easier for you guys to understand these topics in a better way. നിങ്ങളൊരു കെമിക്കൽ റിയാക്ഷനെ കുറിച്ച് പഠിക്കുമ്പം അല്ലെങ്കിൽ ആസിഡ് ബേസിസിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് അതിലുള്ള ആ എലമെന്റ്സ് ലൈക്ക് certain elements when they combine to form with another one and then they behave in they have an acidic character whereas certain other things show basic character. അതുപോലെ തന്നെ നമ്മൾ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ് അതിനെ ഒരു ബ്രീഫ്ലി നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ ഓൾറെഡി മെറ്റൽസിനെയും മെറ്റലോയിഡ്സിനെയും എലമെന്റ്സിന്റെ അണ്ടർ പഠിച്ചിട്ടുള്ളതാണ് ആസ് എ classification of that. So here we'll be studying it all in detail. Okay, so ഈ first 3 chapters ആണ് സാധാരണ നമ്മൾ പഠിക്കുമ്പം നമ്മൾ ഈ ഓർഡറിലാണ് പോകുന്നത്. ആദ്യത്തെ ഈ 3 ചാപ്റ്റർ ആണ് ആദ്യത്തെ ടേമിൽ പഠിക്കുന്നത്. But then I am going to start with periodic classification of elements. Okay, I would really suggest you guys to just finish this chapter. ഞാനൊരു വളരെ ക്വിക്ക് ആയിട്ട് within I'll cover this chapter in just 2 parts. Okay, ആദ്യത്തെ പാർട്ടിൽ നമ്മൾ all the old എന്താ പറയുന്ന പീരിയോഡിക് ടേബിളിൽ എങ്ങനെയാണ് പ്രോഗ്രസ് ആയി വന്നതെന്നും ആൻഡ് ദെൻ ദ സെക്കൻഡ് പാർട്ടിൽ നമ്മളുടെ ന്യൂ ഫോം ഓഫ് പീരിയോഡിക് ടേബിളിനെ ഡിസ്കസ് ചെയ്ത് ഞാൻ പെട്ടെന്ന് ഈ ചാപ്റ്ററിനെ റാപ്പപ്പ് ചെയ്യുന്നതായിരിക്കും വളരെ ഫാസ്റ്റ് ആയിട്ട് ക്വിക്ക് ആയിട്ട്. സോ യു ഡോണ്ട് it's all in a capsule form. Okay, so you can finish it off and then you'll get a overview of what periodic table is. നമ്മുടെ elements ഒക്കെ എങ്ങനെയാണ് distributed based on what and how you can relate them, how they are similar in properties. അതൊക്കെ അതിന്റെയൊക്കെ ഒരു ബ്രീഫ് ഐഡിയ കിട്ടിക്കഴിയുമ്പം I think you will find it much more easier to understand these 3 topics which actually is a part of your first term syllabus, right? So I hope you would you would love to study periodic classification. Actually periodic classification to students in the point of view നോക്കി കഴിഞ്ഞാൽ അത് ഇച്ചിരി ഒരു ബോറിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. എന്താന്ന് വെച്ചാൽ അതിൽ കുറേ പഴയ പീരിയോഡിക് ടേബിൾ വന്ന് അതിൽ എങ്ങനെയാണ് അതിൽ ഡ്രോബാക്സ് വന്ന് നമ്മൾ വേറെ പീരിയോഡിക് ടേബിളിലോട്ട് സ്വിച്ച് ആയ അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റോറി പോലാണ് അത് പോകുന്നത് ആക്ച്വലി. സോ നമ്മളിപ്പം ഇരുന്ന് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാലും യു മേ ഫൈൻഡ് ഇറ്റ് എ ബിറ്റ് ബോറിംഗ്. ഓക്കെ, സോ ആ ബോർഡം എല്ലാം മാറ്റാൻ വേണ്ടി I am just giving you the crisp idea of the entire chapter in a capsule form. Okay, നമ്മൾ അതിനെ മിനിമം ഷോർട്ട് ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് തന്നെ ആയിരിക്കും ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വിൽ ഗോ ഫോർ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. ഇതാണ് നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് വിൽ ഗെറ്റ് ബാക്ക് ടു ദ യൂഷ്വൽ ഓർഡർ ലൈക്ക് ദിസ്. ഓക്കെ, so let's start with the let's start with the 5th chapter. Okay, so let's start. Periodic classification of elements എന്ന് പറഞ്ഞ ചാപ്റ്റർ തന്നെ ആക്ച്വലി ഒരു സ്റ്റോറിയാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ സ്റ്റോറി ഓഫ് പീരിയോഡിക് ടേബിൾ. ഇന്നത്തെ മോഡേൺ പീരിയോഡിക് ടേബിൾ നമ്മളുടെ ഉള്ളതിന്റെ പുറയിലുള്ള പഴയ ഹിസ്റ്ററി ആയിട്ടുള്ള ആക്ച്വലി ഒരു സ്റ്റോറിയാണ് പീരിയോഡിക് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് അതിനെ ഒരു സ്റ്റോറി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്ത് ലെറ്റ് സ്റ്റാർട്ട് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഈ സ്റ്റോറിയുടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലോങ് ബാക്ക് വെൻ എലമെന്റ്സ് were being discovered. Okay, initially around 1800 only 30 elements were discovered, but then with time every year or the other new elements were being discovered by scientists. Okay, so around 1865 ആയപ്പോഴത്തേക്ക് we had around 63 elements. Then ഇന്നത്തെ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ at present we have around 118 elements. So elements ന്റെ number കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് it became really hard to study about them because every element is different from the other one, but then there is some certain pattern, like some certain properties which make them certain elements similar and the other ones different.
സോ അതിലൊരു പാറ്റേൺ കണ്ട് അതിനെ ഒരു ക്ലാസിഫൈ ചെയ്ത് ഒരു നല്ലതായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ വെച്ച് അതിനെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നീഡ് ആയിരുന്നു അറ്റ് ദാറ്റ് ടൈം. ഓക്കെ, ഫ്രം ദാറ്റ് ടൈം ഇറ്റ് സെൽഫ്, like around 30 is like if you initially see 30 elements is easy to handle, but then it became 63 and then over time it increased and now we have around 118 elements. So അതിനെ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ ക്ലാസിഫൈ ചെയ്ത് സ്റ്റഡി ചെയ്യുക എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമായിരുന്നു. ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വെരി actually the requirement for scientists to do that. So എന്താ പറയുന്നത്, അതിൽ ആദ്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളായിരുന്നു ലെവോയ്സിയർ. ഹി ആക്ച്വലി ക്ലാസിഫൈഡ് ദ ദെൻ നോൺ എലമെന്റ്സ് ഇൻ ടു മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. പക്ഷെ ഇറ്റ് വാസ് നോട്ട് ദാറ്റ് എ ഗുഡ് ക്ലാസിഫിക്കേഷൻ, സോ it didn't go well. Then with time there was a scientist named John Dalton. You must have studied Dalton's theory in class 9th. അതിൽ കുറേ പോസ്റ്റുലേറ്റ്സ് ഉണ്ട് ആൻഡ് അതിൽ വൺ ഓഫ് ദ പോസ്റ്റുലേറ്റ് ഇസ് ദാറ്റ് ഒരു രണ്ട് എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആറ്റംസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പാരാമീറ്റർ ആണ് അറ്റോമിക് മാസ്. അതിന്റെ അറ്റോമിക് മാസ് ഡിഫറെന്റ് ആയിരിക്കും. സോ ഈ അറ്റോമിക് മാസിനെ ബേസ് ചെയ്ത് ഇനീഷ്യൽ ഡേയ്സിൽ നമ്മളുടെ പീരിയോഡിക് ടേബിളിന്റെ ആദ്യത്തെ എന്താ പറയുക പ്രപ്പോസൽസ് ഒക്കെ വന്ന സമയത്ത് അവർ സെൻട്രൽ ഐഡിയ ആയിട്ട് കോർ ആയിട്ട് എടുത്ത് കൺസിഡർ ചെയ്തിരുന്നതായിരുന്നു അറ്റോമിക് മാസ്. സോ അറ്റോമിക് മാസിനെ ബേസ് ചെയ്ത് 3 സയന്റിസ്റ്റും അവരുടെ 3 പ്രപ്പോസൽസ് വെച്ചു. സോ ദാറ്റ് വർ first one was the Daubernier's triad. Okay, then it was followed by Newland's law of octaves and finally Mendeleev's periodic table. So ഈ 3 concepts, ഈ 3 scientists വെച്ച ഈ 3 concepts എന്ന് പറയുന്നതിന്റെ central idea എന്ന് പറയുന്നത് atomic mass ആയിരുന്നു, and that was actually the root taken from the Dalton's theory. ഓക്കെ, സോ നമുക്ക് ഈ 3 എന്താ പറയുന്ന കോൺസെപ്റ്റ്സ് എന്താന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. So these were the 3 people who actually gave us some like proposals to the scientific community in order to classify the elements based on atomic masses. Okay, so the first one was Daubernier. He proposed it in around 1817. So what was it? Let's check out. So what he did was, അന്നത്തെ നോൺ എലമെന്റ്സിനെ ഹി ഗ്രൂപ്പ്ഡ് ഇൻ ടു 3 എലമെന്റ്സിനെ 3 എലമെന്റ്സിന്റെ ഗ്രൂപ്പ് ആയിട്ട് ഫോം ചെയ്തു. ആൻഡ് ഹി നോട്ടീസ്ഡ് 2 പോയിന്റ്സ് ഇൻ ദോസ് സെറ്റ്സ്. ഫസ്റ്റ് വാസ് ദാറ്റ് ആ 3 എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് സിമിലർ ആയിരിക്കും. ആൻഡ് ദ സെക്കൻഡ് തിങ് വാസ് ദാറ്റ് ആ 3 എലമെന്റ്സിനെ അവരുടെ അറ്റോമിക് മാസിന്റെ ബേസ് ചെയ്ത് ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ മിഡിൽ എലമെന്റിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ആദ്യത്തേന്റെയും മൂന്നാമത്തേന്റെയും ആവറേജ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ 3 എലമെന്റ്സിന്റെയും പ്രോപ്പർട്ടീസ് സിമിലർ ആണ്. ദെൻ ദ സെക്കൻഡ് പോയിന്റ് ഇസ് ദാറ്റ് നമ്മളുടെ സോഡിയത്തിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ലിഥിയത്തിന്റെയും പൊട്ടാഷ്യത്തിന്റെയും ആവറേജ് ആണ്. സോ ദിസ് വാസ് ദ പാറ്റേൺ വാട്ട് ഹി recognized, and then this is what he proposed. So similarly there were various other triads as well, like calcium, strontium, barium. ഇവരുടെ പ്രോപ്പർട്ടീസ് സെയിം ആണ്. അതുപോലെ തന്നെ സ്ട്രോൺഷ്യത്തിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് കാൽഷ്യത്തിന്റെയും ബേരിയത്തിന്റെയും അറൌണ്ട് ആവറേജ് ആണ്. അതേപോലെ തന്നെ ക്ലോറിൻ, ബ്രോമീൻ, അയഡീൻ, സൾഫർ, സെലനിയം ആൻഡ് ടെലൂറിയം. പക്ഷെ ഏത് തിയറിയാന്ന് പറഞ്ഞാലും അതെന്ന് പറയുന്നത് വളരെ ജനറലൈസ്ഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ അവിടെ ഏത് സിറ്റുവേഷനിലും ആപ്ലിക്കബിൾ ആയിരിക്കണം. പക്ഷെ ദാറ്റ് ഈസ് സംതിങ് വേർ ദിസ് കോൺസെപ്റ്റ് ഓഫ് ട്രയഡ്സ് ഫെയിൽഡ്. ഫോർ എക്സാമ്പിൾ, സോഡിയം, നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് ആർസനിക്. ഈ 3 എലമെന്റ്സ് എന്ന് പറയുന്നതിന്റെ പ്രോപ്പർട്ടീസ് സെയിം ആയിരുന്നു. സോ ഫസ്റ്റ് പോയിന്റ് വാസ് സാറ്റിസ്ഫൈഡ്. പക്ഷെ ദ സെക്കൻഡ് പോയിന്റ് ഫെയിൽഡ്. ഫോസ്ഫറസിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് നൈട്രജന്റെയും ആർസനിക്കിന്റെയും ആവറേജ് അല്ലായിരുന്നു. ആക്ച്വലി ഇതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ അറൌണ്ട് 44.45 U ആയിരുന്നു. പക്ഷെ അതേ സമയത്ത് ഫോസ്ഫറസിന്റെ ആക്ച്വൽ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 31 U ആയിരുന്നു. സോ it was proved wrong. It was not something which you can generalize. It was applicable to certain triads, but then it failed. And then obviously you can figure out that there is a possibility that it will fail with other elements as well. So e concept of triads nu parayunnathu actually reject chedu, and then the new one came that was proposed by Newlands, and that is known as law of octaves. So പുള്ളിക്കാരന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു മ്യൂസിക്കൽ നോട്ടിന്റെ പാറ്റേണിലുള്ള ഒരു
pattern ആണ് even he noticed in the elements. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് മ്യൂസിക്കൽ നോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ sa re ga ma pa dha ni and then after you come back to sa. So it is 1 2 3 4 5 6 7 and then you get back to the 8 again. So 1 കഴിഞ്ഞാൽ 8th പിന്നെയും repeat ആവുകയാണ് ചെയ്യുന്നത്, and that is what octaves means, right? Octa 8. So അതേ pattern ആ മ്യൂസിക്കൽ നോട്ട്സിൽ കാണുന്ന അതേ പാറ്റേൺ ആയിരുന്നു what he recognized in elements. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലിത്തിയം എടുത്തെന്ന് വെച്ചോ. സോ ലിത്തിയം എന്ന് പറയുന്നത് നമ്മൾ 1 കൊടുക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് 8ാമത്തെ എലമെന്റ് എന്ന് പറയുന്നതിന്റെ പ്രോപ്പർട്ടി ലിഥിയമായിട്ട് സെയിം ആയിരിക്കും. സോ ലിഥിയമിന് നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8. ഓക്കെ, സോ ഈ 8th എലമെന്റ് എന്ന് പറയുന്നത് സോഡിയം ആണ്. സോ ലിഥിയത്തിന്റെയും സോഡിയത്തിന്റെയും എന്താ പറയുന്നത് പ്രോപ്പർട്ടി സെയിം ആണ്. സോ നമ്മളിവിടെ ആക്ച്വലി ഈ ഹൊറിസോണ്ടൽ പാറ്റേണിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. സോ എന്താ പറയുക, ഇപ്പം സപ്പോസ് ബേരിയം എടുത്തു. ബേരിയം എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 8. 8 എന്ന് പറയുന്നത് മാഗ്നീഷ്യം ആണ്. സോ ബേരിയം ആൻഡ് മാഗ്നീഷ്യം വിൽ ഹാവ് സിമിലർ പ്രോപ്പർട്ടീസ് ആൻഡ് ദാറ്റ് വാസ് എക്സ്പെരിമെന്റലി സിമിലർ as well. സോ ദാറ്റ് വാസ് വാട്ട് ഹി പ്രപ്പോസ്ഡ്. പക്ഷെ ഇതിനും കുറെ ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. ദ ഫസ്റ്റ് തിങ് വാസ് ദാറ്റ് 14U അറ്റോമിക് മാസിൽ കൂടുതലുള്ള ഏത് എലമെന്റ്സ് ഉണ്ടായിരുന്നോ അതിൽ ഈ പാറ്റേൺ ആക്ച്വലി വാസ് നോട്ട് ആപ്ലിക്കബിൾ. ഓക്കെ, സോ അഗെയിൻ ആ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ല എന്നുള്ളത് വന്നു. അതേപോലെ തന്നെ ഇതെന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്ത 1866 പക്ഷേ അറൌണ്ട് 1900 അന്നത്തെ കാലത്ത് നോബൽ ഗ്യാസസ് അന്നും ഡിസ്കവർ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ അറൌണ്ട് 1900 ആയപ്പോഴത്തേക്ക് നോബൽ ഗ്യാസസ് ഡിസ്കവർ ആയി. നോബൽ ഗ്യാസസ് ഡിസ്കവർ ആയപ്പോഴത്തേക്ക് അതിന്റെ അറ്റോമിക് മാസ് അതിന്റെ അറ്റോമിക് മാസിനെയും കൂടെ കൺസിഡർ ചെയ്ത് നമ്മൾ ഇതിനെ സീക്വൻസ് ഇട്ട് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ലിഥിയം ബെറിലിയം ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ കഴിഞ്ഞാൽ പിന്നെ ഫ്ലൂറിൻ വരണം. ഫ്ലൂറിൻ, ഓക്കെ, അക്കോർഡിംഗ് ബേസ്ഡ് ഓൺ ദ അറ്റോമിക് മാസ്. നമ്മൾ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡർ വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ കഴിഞ്ഞാൽ ഫ്ലൂറിൻ വരും. ഓക്കെ, ആൻഡ് ദെൻ ഫ്ലൂറിൻ വന്നു. അത് കഴിഞ്ഞ് വരുന്ന നോബൽ ഗ്യാസ് എന്ന് പറയുന്നത് നിയോൺ ആണ്. സോ ഈ ഫ്ലൂറിന്റെയും സോഡിയത്തിന്റെയും ഇടയ്ക്ക് നിയോൺ വരും. ഓക്കെ, ആൻഡ് നിയോൺ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒക്ടേവ്സ് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് പോയി. ഇപ്പം ഫസ്റ്റ് എലമെന്റും 9th എലമെന്റും ആയിരിക്കും സിമിലർ, റൈറ്റ്? എന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ സപ്പോസ് യു ജസ്റ്റ് കൺസിഡർ എന്താ പറയുന്നത്, ഇവിടെ ഞാൻ നിയോൺ ഇവിടെ ഈ സ്പേസിൽ ഞാൻ നിയോൺ പ്ലേസ് ചെയ്തു ഇവിടെ. ഓക്കെ, അക്കോർഡിംഗ് ടു ദ അറ്റോമിക് മാസ്. എന്ന് വെച്ചാൽ നിയോണിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഫ്ലൂറിനേക്കാളും കൂടുതലും സോഡിയത്തിനേക്കാളും കുറവായിരിക്കും. നൗ ഇഫ് ഐ വോണ്ട് ടു കൗണ്ട് and then find out an element which has similar properties to that of lithium, ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. 1 2 3 4 5 6 7 8 9. 8ഉം കഴിഞ്ഞ് 9th എത്തിയപ്പോഴാണ് നമ്മൾ സോഡിയത്തിൽ എത്തിയത്. സോ ദാറ്റ് ഒക്ടേവ്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇറ്റ് ഫെയിൽഡ്. So again this proposal was discarded, and then finally another scientist named Mendeleev, Russian scientist, he proposed another periodic table in 1871. Okay, and even he used atomic mass as the basis of distribution or distribution of elements, and his work was the first breakthrough actually in the classification of elements. E periodic table was the periodic table proposed by Mendeleev nu parayunna actually something which was much more generalized, which could be applied to a variety of elements. So namakku Mendeleev's ee moonu concepts ilum Mendeleev's periodic table was something which actually attracted the people a lot because it was quite general. Okay, so മൂന്നിന്റെയും എന്താ പറയുന്നത് ബേസിസ് എന്ന് പറയുന്ന അറ്റോമിക് മാസ് ആണ്. പക്ഷേ the one which you need to study much more in detail is Mendeleev's periodic table. So let's check it out in a detailed manner. Mendeleev's periodic table ne detail ആയിട്ട് നോക്കുന്നതിന് മുമ്പേ let's actually see what a periodic table is. So ഒരു periodic table ne നമുക്ക് define ചെയ്യണമെങ്കിൽ it's something like this. A periodic table may be defined as an arrangement which classifies all the known elements on the basis of their properties in such a way that the elements with similar properties are placed in the same vertical column and dissimilar elements are separated from one another.
സോ ബേസിക്കലി നമ്മൾ ഈ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് നമ്മളുടെ എലമെന്റ്സിന്റെ സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സിനെ സെഗ്രിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഗോൾ. ഓക്കെ, ആൻഡ് നമ്മൾ അതിനെ പ്ലേസ് ചെയ്യുവാണ് ഇൻ സച്ച് എ വേ ദാറ്റ് നമ്മളുടെ വെർട്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ സിമിലർ എലമെന്റ്സ് ആ ഒരു പർട്ടിക്കുലർ വെർട്ടിക്കൽ കോളത്തിലായിരിക്കും പ്രസന്റ് ആൻഡ് ഡിസിമിലർ എലമെന്റ്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ എന്താ പറയുന്നത്, ഈവൻ ഓക്ടേവ്സിന്റെ ന്യൂലാൻഡ്സ് ഓക്ടേവ്സ് നോക്കിയപ്പോഴും നമ്മൾ കണ്ടായിരുന്നു ദാറ്റ് ലിഥിയത്തിന്റെ താഴെ സോഡിയം, ലൈക്ക് ദാറ്റ് ഇറ്റ് വാസ് ഗോയിങ്. ഒരു വെർട്ടിക്കൽ പാറ്റേണിൽ വരുന്ന എലമെന്റ്സ് ആയിരുന്നു were the elements with similar properties. So that is what actually periodic table എന്ന് പറയുന്നത്. Okay, in a broader sense. സോ ഇനി നമുക്ക് മെന്റലീവ് എന്താ ചെയ്യുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ മെന്റലീവ് എന്ന് പറയുന്ന ആദ്യമായിട്ട് കോറിലേറ്റ് ചെയ്തത് അറ്റോമിക് മാസ് തന്നെയാണ്. അറ്റോമിക് മാസിനെ ബേസ് ചെയ്താണ് എലമെന്റ്സിനെ നമ്മൾ മെന്റലീവ് പ്ലേസ് ചെയ്തത്. അതേപോലെ തന്നെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് കൺസിഡർ ചെയ്തു. ആൻഡ് സ്പെസിഫിക്കലി കെമിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഹി സ്റ്റഡീഡ് ദ ഓക്സൈഡ്സ് ആൻഡ് ദ ഹൈഡ്രൈഡ്സ്. എന്ന് വെച്ചാൽ മെന്റലീവ് എന്താ പറയുന്നത്, അന്ന് നോൺ ആയിട്ടുള്ള എലമെന്റ്സിന്റെ ഹൈഡ്രൈഡ്സിനെയും ഓക്സൈഡ്സിനെയാണ് സ്റ്റഡി ചെയ്തത് ടു സീ ദ പാറ്റേൺ ദാറ്റ് വെദർ ദേ ആർ സിമിലർ ഓർ നോട്ട്. എന്ന് വെച്ചാൽ ആ അന്നുണ്ടായിരുന്ന എലമെന്റ്സിന്റെ റിയാക്ഷൻ ഓക്സിജന്റെ കൂടെയും ഹൈഡ്രജന്റെ കൂടെയും ചെയ്തു. അതിന്റെ ഓക്സിജനും ഹൈഡ്രജനും സ്പെസിഫിക്കലി എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ രണ്ടും വളരെ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതുപോലെ തന്നെ രണ്ടും ആക്ച്വലി ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ എലമെന്റ്സിന്റെ കൂടെ റിയാക്റ്റും ചെയ്യും. സോ ഇറ്റ് വാസ് സംതിങ് which was used to figure out the pattern in chemical properties. So hydrides-ന്റെയും oxides-ന്റെയും ഹൈഡ്രജന്റെയും ഓക്സിജനെയും രണ്ട് എലമെന്റ്സുമായിട്ട് നമ്മളിപ്പം റിയാക്ട് ചെയ്യിപ്പിച്ചെന്ന് വെച്ചു. സോ ഇപ്പം രണ്ടിന്റെയും ഹൈഡ്രൈഡ്സിന്റെ ഫോർമുല സെയിം ആണെങ്കിൽ you can say that there is some similarity. അതുപോലെ തന്നെ ഓക്സൈഡ്സിന്റെ ഫോർമുലയിൽ സിമിലാരിറ്റി ഉണ്ടെങ്കിൽ you can say that there is some similarity in their properties. If you are not that clear, നമ്മൾ ആ periodic table കാണുമ്പം you will get a much more better idea of it. So മെൻഡലീവിന്റെ periodic law എന്ന് പറയുന്നത് is something like this. The physical and chemical properties of elements are a periodic function of their atomic masses. Okay, so in a much more simpler way you can alternatively say that when elements are arranged in order of their increasing atomic masses, elements with similar properties are repeated after certain regular intervals. This repetition of properties of elements after certain regular interval is called periodicity of properties. Okay, so ഇവിടെ എന്താ പറയുന്നത്, നമ്മളുടെ ബേസിക് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ അറ്റോമിക് മാസ് ആയിരുന്നു. അറ്റോമിക് മാസിനെ ബേസ് ചെയ്ത് ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ എലമെന്റ്സിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സർട്ടൻ ഇന്റർവെൽസ് കഴിയുമ്പോഴത്തേക്ക് ആ എന്താ പറയുന്ന എലമെന്റ്സ് ആ ലൈക്ക് I start with some element and ഒരു ഇന്റർവെൽ കഴിയുമ്പോഴത്തേക്ക് അതേപോലെ തന്നെ പ്രോപ്പർട്ടി ഷോ ചെയ്യുന്ന വേറൊരു എലമെന്റ് വരും. അതേപോലെ തന്നെ അതേ പാറ്റേൺ അത്രയും ഒരു ഇന്റർവെൽ വെച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് വിൽ ഫൈൻഡ് ആൻ എലമെന്റ് വിത്ത് സിമിലർ പ്രോപ്പർട്ടി. സോ ആ എന്താ പറയുന്ന ആ ഒരു റിപ്പിറ്റേഷൻ ഓഫ് പ്രോപ്പർട്ടീസ് ഇൻ ദാറ്റ് എലമെന്റ് ഇൻ ദാറ്റ് റെഗുലർ ഇന്റർവെൽ എന്ന് പറയുന്നതാണ് നമ്മൾ പീരിയോഡിസിറ്റി ഓഫ് പ്രോപ്പർട്ടീസ്. ഓക്കെ, ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒക്ടേവ്സ് ഓൾറെഡി പഠിച്ചു, ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്. അവിടെ നമ്മൾ കണ്ടായിരുന്നു ആദ്യത്തെ കഴിഞ്ഞാൽ പിന്നെ എട്ടാമത്തെ എന്ന് പറയുന്നത് സിമിലർ ആയിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത എട്ടാമത്തെ എന്ന് പറയുന്നത് പിന്നെയും സിമിലർ ആയിരുന്നു. സോ ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഇസ് കോൾഡ് ആസ് പീരിയോഡിസിറ്റി ഓഫ് പ്രോപ്പർട്ടീസ്. സോ നമുക്ക് ഇനിയും എന്താ പറയുന്നത് മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിൾ എങ്ങനെയാണ് കണ്ടായിരിക്കുന്നതെന്ന് നോക്കാം. So now let's discuss the details of Mendeleev's periodic table. Mendeleev's periodic table would look something like this. This is how he distributed the then known elements based on their increasing atomic masses. So ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്താ പറയുന്ന എലമെന്റ്സിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് വിത്ത് ഇൻക്രീസിങ് അറ്റോമിക് മാസസ് ആണ്, റൈറ്റ്? നമുക്ക് അന്നേരം ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബിഫോർ ഗോയിങ് ടു ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് യു ടു 2 new terms. One is periods and another one is group. ഏത് പീരിയോഡിക് ടേബിൾ എടുത്തു കഴിഞ്ഞാലും അതിന്റെ എന്താ പറയുന്ന ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോസ് ലൈക്ക് ദിസ്, ദീസ് തിങ്സ് they are known as periods. അതേ സമയത്ത് വെർട്ടിക്കൽ ആയിട്ടുള്ള കോളംസ് ലൈക്ക് ദിസ് വൺ, ഓക്കെ, this is known as group. Okay, so മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിൽ 7 ഹൊറിസോണ്ടൽ റോസ് ഉണ്ടായിരുന്നു.
You can see 1, 2, 3, 4, 5, 6, 7. അതുപോലെ തന്നെ 8 vertical columns ഉണ്ടായിരുന്നു. 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, പിന്നെ മെന്റലീവ് ആദ്യത്തെ 7 എന്താ പറയുന്ന ഗ്രൂപ്പ്സിനെ പിന്നെ ഫർദർ സബ്ഡിവൈഡ് ചെയ്തു ആസ് A and B. So that is 1A, 1B, 2A, 2B, like that till 7A, 7B, and 8 was not divided. Okay, then A subdivision, that is 1A അല്ലെങ്കിൽ 2A അല്ലെങ്കിൽ 3A, like that. A under fall ചെയ്യുന്ന elements ne എന്താ പറയുന്ന they had similar properties and they are known as representative elements. അതേ സമയത്ത് B സൈഡിലോട്ട് fall ചെയ്യുന്ന elements like these are known as transition elements and they have similar properties. പക്ഷേ Aയിലും Bയിലും ഉള്ള elements തമ്മിലുള്ള properties different ആണ്, they are not similar. Okay, then വേറൊരു important point എന്ന് വെച്ചാൽ മെന്റലീവ് ഈ periodic table propose ചെയ്ത് around 1871 ഓക്കെ, അന്നേരം ആ സമയത്ത് നോബൽ ഗ്യാസസ് അന്ന് വരെ ഡിസ്കവേർഡ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ അറൌണ്ട് 1900 നമ്മളുടെ നോബൽ ഗ്യാസസ് ഒക്കെ ഡിസ്കവർ ചെയ്യപ്പെട്ടത്. സോ എന്താ പറയുന്നത്, ലേറ്റർ ഓൺ ദിസ് എക്സ്ട്രാ ഗ്രൂപ്പ് വാസ് ആഡഡ്. ഓക്കെ, extra group was added known as zero group, where they have placed the noble gases like helium, neon, argon, krypton, xenon, right? So adum it is placed based on their increasing atomic mass only. Okay, so ipam hydrogen ipam helium for example നമ്മുടെ ഫസ്റ്റ് നോബൽ ഗ്യാസ് ഹീലിയം നോക്കിക്കഴിഞ്ഞാൽ ഹൈഡ്രജൻ കഴിഞ്ഞാൽ ഹീലിയത്തിന്റെയാണ് അറ്റോമിക് മാസ്, അത് കഴിഞ്ഞാണ് ലിത്തിയം വരുന്നത്. സോ ഇറ്റ്സ് പ്ലേസ്ഡ് ലൈക്ക് ദാറ്റ്. correct, right? So എന്താ പറയുന്ന, in a way നമുക്ക് ഇതും പറയാം that മെൻഡലീവിന്റെ periodic table was quite general enough to fit in the newly discovered elements like noble gases, though he didn't know about those elements when he was preparing this periodic table or proposing this periodic table, but it was quite general enough that pinne with time as new elements were discovered, they could be placed there. Okay, so now let's move ahead. Okay, so now let's discuss some of the limitations of Mendeleev's periodic table. Though Mendeleev's periodic table was quite better than that of Daubonier's triad concept or the Newland's octaves concept, it had quite a lot of limitations as well. So the first one was the anomalous position of isotopes. Isotopes എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ number of neuronsലാണ് difference വരുന്നത്, and neurons are present in the nucleus, and ഒരു ആറ്റത്തിന്റെ mass എന്ന് പറയുന്നത് is mainly due to its nucleus. So ഇപ്പം for example കാർബണിന്റെ isotopes എടുത്തു കഴിഞ്ഞാൽ കാർബൺ 12, കാർബൺ 13 and കാർബൺ 14. okay, so അവരുടെ ന്യൂട്രോൺസിന്റെ നമ്പർ കൂടുമ്പോഴത്തേക്ക് അതിന്റെ masses കൂടും. and according to Mendeleev, Mendeleev elements ne place ചെയ്തിരുന്നത് increasing atomic masses ലാണ്. so ഒരേ elementന്റെ isotopes എന്ന് പറയുമ്പോൾ അതിന്റെ masses differ ചെയ്യും. so placing them in a same slot is not a good idea. so that was a problem. then the anomalous position of some elements like hydrogenന്റെ anomalous position ആയിരുന്നു ഒരു വലിയ problem. like hydrogen was placed in group 1, but then there was similarity of hydrogen with that of halogens like fluorine, chlorine, bromine, iodine. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹൈഡ്രജന്റെ outer shell ഒരു ഇലക്ട്രോൺ ഉണ്ട്, അതിൽ ഒരു ഇലക്ട്രോണും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ it will reach the nearest noble gas configuration, that is helium. similarly ഈ halogens-നകത്തും outer electronic configuration നോക്കിക്കഴിഞ്ഞാൽ there are 7 valence electrons. അതിലോട്ട് ഒരു ഇലക്ട്രോണും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ they will reach their respective noble gas configuration. so there is a possibility of some similarity between them. and നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇപ്പം കാർബണിന്റെ കൂടെ ഹൈഡ്രജൻ ഫോം ചെയ്യുന്ന ഒരു compound like CH4, it's very similar to, it's like formula is similar to that of when carbon reacts with a halogen like chlorine, it forms CCl4. okay, so രണ്ടിന്റെയും general formula നോക്കിക്കഴിഞ്ഞാൽ it is R എന്താ പറയുന്നത്, ഇപ്പം കാർബൺ ഞാൻ generally R ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ it is RH4, RCl4. so that is a similar formula. so that means there is some similarity between them. എന്ന് വെച്ചാൽ മെന്റലീവ് ആണെങ്കിലും ഈ എലമെന്റ്സിനെ segregate ചെയ്തത് based on their similarity of reactivity with oxygen and hydrogen ആണ്, right? so അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു pattern you can see. so that was a confusion. then another thing was cobalt, for example cobalt and nickel. Mendeleev claims ചെയ്തിരുന്നത് he arranged the elements in increasing order of their atomic masses, but then you can clearly see that the atomic masses are, these elements cobalt and nickel are not placed in increasing order of atomic mass. okay, so though cobalt is similar having similar property with these two elements and nickel is having similar property with palladium and platinum,
but then that is fine, but then അവരുടെ ആ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അത് ഇവിടെ ഫോളോ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ടെല്ലൂരിയം അയോഡീന്റെയും സെയിം കേസാണ്. Lighter element is placed after heavier element, though they have similar properties within their respective groups. That is fine, but then increasing atomic mass in the concept ഇവിടെ follow ചെയ്തിട്ടില്ല. Okay, then no resemblance of elements with subgroups. Mendeleev groups ne A യും B യും ആയിട്ട് subdivide ചെയ്തിരുന്നു. പക്ഷേ A യിൽ follow ചെയ്യുന്ന elementsഉം B യിൽ follow ചെയ്യുന്ന elementsഉം ഏത് ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാലും A യിലും B യിലും follow ചെയ്യുന്ന elements they didn't have any similarity in the properties. Okay, so that was something which was, but then they belong to the same group, so it was a problem. Then another thing is uncertainty in prediction of new elements. Okay, so first of all Mendeleev periodic table ne എന്താ പറയുന്നത് place ചെയ്തിരുന്ന increasing atomic mass in the order ലാണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ there were places where it was not followed, as I have highlighted. Along with that, lighter elements ൽ നമുക്ക് നോക്കാം അവരുടെ atomic masses തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറവാണ്, ആ ഗ്യാപ്പ് വളരെ കുറവാണ്. പക്ഷേ heavier elements നോക്കിക്കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് പെട്ടെന്ന് that gap is big. Okay, huge jump is there. So എന്താ പറയുന്നത്, ഇപ്പം സയന്റിസ്റ്റ് ഈ പീരിയോഡിക് ടേബിളിനെ വെച്ച് ഇപ്പത്തെ പ്രസന്റ് എലമെന്റ്സ് അല്ലാതെ വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ വേറെ എലമെന്റ്സിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് ക്വൈറ്റ് ഹാർഡ് ഫോർ ദം, ബിക്കോസ് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ഇന്റർവെൽ അല്ലായിരുന്നു അറ്റോമിക് മാസസ് ഇൻക്രീസ് ചെയ്തിരുന്നത്. ലൈറ്റർ എലമെന്റ്സിൽ ദോ ഇറ്റ് വാസ് സ്മോൾ ആൻഡ് ഇൻ ദ ഹെവിയർ എലമെന്റ്സ് ദാറ്റ് ഗ്യാപ്പ് വാസ് ക്വൈറ്റ് ബിഗ്. So predicting new elements was really a challenge for them. Okay, so these were some specifically these points, that is anomalous position of isotopes, anomalous position of some elements, and uncertainty in prediction of new elements. These three were specifically a big drawback to Mendeleev's periodic table. So atomic mass in the increasing order തെറ്റാൻ തുടങ്ങിയപ്പം they were actually people started thinking that atomic mass is not actually the correct basis for classification of elements. There might be something much more fundamental than atomic mass which you can use to distribute elements, and then came the new modern periodic table. Okay, so I am ending this video over here. This is part 1 of the lecture series for this chapter. So I'll finish this chapter in the next part, where I'll be discussing in detail about modern periodic table, and it is based on what fundamental principle or property, and it has a lot of things to be discussed, but I'll be very crisp and precise. I'll finish it in short, and with just watch that one more video and you are done with this chapter. So I hope you understood the concept. So don't forget to like, share and subscribe. Thank you.